ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജർമ്മനിയിലെ ആപ്ലിക്കേഷനുകൾ യൂണി അസിസ്റ്റ് വഴി എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്തതെന്ന് പരിശോധിക്കാം. ജർമ്മനിയിലെ പഠനത്തിനായി യൂണി അസിസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാം. ഒന്നാമത്തേത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, രണ്ടാമത്തേത് VPD. പല വിദ്യാർത്ഥികളും ഇവിടെയാണ് കൺഫ്യൂഷനിലാകുന്നത്. ഞാൻ ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ. ഇന്ന് നമ്മൾ ഇവിടെ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഈ രണ്ട് രീതികളും എങ്ങനെയാണെന്ന് വിശദമാക്കാൻ പോവുകയാണ്. ജർമ്മനി സ്വപ്നം കാണുന്നവർ ഇതൊന്ന് കുറിച്ചു വെച്ചോളൂ. ഒന്ന്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് നേരിട്ടുള്ള ഒരു വഴിയാണ്. ഇവിടെ നമ്മൾ സർട്ടിഫിക്കറ്റുകളും APS സർട്ടിഫിക്കറ്റുമെല്ലാം യൂണി അസിസ്റ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഫീസ് അടച്ച ശേഷം അപേക്ഷ സമർപ്പിക്കുന്നു. അതിനുശേഷം യൂണി അസിസ്റ്റ് ഈ രേഖകളെല്ലാം പരിശോധിക്കുന്നു. നിങ്ങളുടെ മാർക്കുകളെല്ലാം ജർമ്മൻ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ശേഷം നേരിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതായത് യൂണി അസിസ്റ്റ് വഴി അപേക്ഷിക്കുന്നതോടെ നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് പറയാം. ബാക്കി കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി നേരിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. രണ്ടാമതായി VPD പ്രൊസീജിയർ. VPD എന്നതിന്റെ ഫുൾ ഫോം ഫോർ പ്രൂഫ്സ് ഡോക്യുമെന്റേഷൻ എന്നാണ്. ഇത് കേട്ട് പേടിക്കേണ്ട. ലളിതമായി പറഞ്ഞാൽ ഇതൊരു മാർക്ക് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ചില ജർമ്മൻ യൂണിവേഴ്സിറ്റികൾ, ഉദാഹരണമായി പറഞ്ഞാൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് അല്ലെങ്കിൽ ഹനോവർ യൂണിവേഴ്സിറ്റി എന്നിവർക്ക് അവരുടെ അഡ്മിഷൻ പ്രക്രിയയിൽ അവർക്ക് പൂർണ്ണ നിയന്ത്രണം വേണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് യൂണി അസിസ്റ്റിനോട് പറയും, നിങ്ങൾ കുട്ടികളുടെ ആപ്ലിക്കേഷനുകൾ ഡയറക്റ്റ് ഞങ്ങൾക്ക് അയക്കേണ്ട, പകരം കുട്ടികളുടെ മാർക്കുകൾ ജർമ്മൻ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് കൊടുത്തോളൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ പ്രോസസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ യൂണി അസിസ്റ്റ് പോർട്ടലിൽ കയറി VPDക്ക് അപേക്ഷിക്കുന്നു. യൂണി അസിസ്റ്റ് നിങ്ങളുടെ മാർക്കുകൾ പരിശോധിച്ചതിന് ശേഷം VPD സർട്ടിഫിക്കറ്റ് ഒരു PDF ഫയൽ രൂപത്തിൽ ഇമെയിലായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. ഇതിലെ ഏറ്റവും പ്രധാന ഘട്ടം, ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം നിങ്ങൾ നിർദ്ദിഷ്ട യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ കയറി അവിടെ VPD അപ്ലോഡ് ചെയ്ത് വീണ്ടും അപേക്ഷ സമർപ്പിക്കണം. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കാം. അതായത് നിങ്ങൾ ഒരു ഹോട്ടലിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അത് സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത് നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തുന്ന രീതിയാണ് സ്റ്റാൻഡേർഡ് രീതി. എന്നാൽ നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി പച്ചക്കറി മേടിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി സ്വയം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് VPD. ഇവിടെ യൂണി അസിസ്റ്റ് നിങ്ങൾക്ക് പച്ചക്കറി അഥവാ മാർക്ക് കൺവേർഷൻ മാത്രം തരുന്നു. അത് വെച്ച് യൂണിവേഴ്സിറ്റി പോർട്ടലിൽ കയറി പാചകം ചെയ്യുക, അതായത് ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതിൽ ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അത് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഓരോ കോഴ്സിന്റെയും വെബ്സൈറ്റും യൂണിവേഴ്സിറ്റികളും പരിശോധിക്കുമ്പോൾ അപ്ലൈ വയ യൂണി അസിസ്റ്റ് എന്ന് മാത്രമാണോ അതോ VPD റിക്വയർഡ് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. VPD കയ്യിൽ കിട്ടാൻ 4 മുതൽ 6 ആഴ്ച വരെ സമയമെടുത്തേക്കാം. അത് കയ്യിൽ കിട്ടിയ ശേഷം മാത്രമേ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് അഡ്മിഷൻ ഡെഡ്ലൈനിന് വളരെ മുമ്പ് തന്നെ ഇതിനായുള്ള നടപടികൾ ആരംഭിക്കുക. ജർമ്മൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇത്തരം വിലപ്പെട്ട വിവരങ്ങൾക്കായി ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒമാ ഗ്ലോബൽ അക്കാഡമിയുടെ ഇമെയിൽ വിലാസത്തിലോ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെട്ട് കുറ്റമറ്റ രീതിയിൽ നിങ്ങളുടെ ജർമ്മൻ അഡ്മിഷൻ സുഗമമാക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു.